All of you mark your attendance, please. Okay, in the previous class we have learned about forms of water, isn't it? Okay. Yes. Okay. Then Arjun, can you say one form of water and its example? Arjun? Yes, miss. Yes. Where is your uniform, Arjun? Where is your uniform? ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. You can say the answer. മിസ് എന്താ പറയേണ്ടത് വാട്ടറിനെ കുറിച്ച്? No. First answer to my question. Where is your uniform? മിസ്സിന് വേറെ വീട്ടിലല്ല, അതുകൊണ്ട് യൂണിഫോം എടുത്തിട്ട്. Is it true? Yes. Okay then. Okay. So then answer to my question. Then can you say one form of one type of water? It is very simple. Using? No. Form of water. We know there are 3 types of waters. Then what are they? Liquid. Okay. Liquid. Oil. No. Form of water. Not form of matter. Not here. We are discussing about form of water. Different types of water. Different stages of water. Liquid. Okay. That is liquid is the right answer. Then liquid form. Then next one. ഏതൊക്കെ തരത്തിൽ നമുക്ക് വെള്ളത്തിനെ കാണാൻ പറ്റും? Okay. Heaven, can you answer Yes, yes, can you answer this? Yes. Then Liquid. Okay. Solid. Okay. Gas. Yes. Okay, very good. So can you say example for solid form? Sri Vishnu? Solid. Sri Vishnu, solid form? Snow. Snow and ice. Okay, then Delvin, then gaseous form? Water vapor. Yeah, good. Water vapor. Then liquid is normal or water. Okay, good. Then I already given you one exercise to do. That means find out the real word from the jumbled words, jumbled letters. ആരെങ്കിലും കണ്ടുപിടിച്ചായിരുന്നോ വാട്ടർ സൈക്കിളിന്റെ? ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയില്ല. ട്രൈ എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന വർക്കുകൾ തന്നെയാണ്. പറ്റി ജമ്പിൾഡ് മിക്സ് ആയി പോയി കിടക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചെയ്തിട്ട് വരണേ. കുറച്ച് ബുദ്ധി ഒന്ന് ആക്റ്റീവ് ആവട്ടാ. എനിക്കൊന്ന് ആക്റ്റീവ് ആയിട്ടേക്കാം. ഷാനീഫ് മോൻ എന്താ ചെയ്യുന്നത് അവിടെ? ലിസൺ. ഓക്കെ. സോ മിസ് ഏതായിരുന്നു ആക്ടിവിറ്റി? ഞാൻ ആ സമയത്ത് ലീവ് ആയി പോയായിരുന്നു. നെറ്റ് Okay. 16.3 there is picture of water cycle there, and there are also its name, and they are in jumbled form. So you have to change it and write the real procedure. Okay, Halima, എന്താ മോളൂട്ടി കുറേ ആയില്ലേ ക്ലാസ്സിൽ കാണാത്തെ? ഹലിമ, can you hear me? എന്ത് പറ്റി? മിസ് മെസ്സേജ് അയച്ചാലും മദ്രസ ക്ലാസ് ഉണ്ട് എല്ലാ ദിവസവും. ഏത് സമയത്തും മദ്രസ ക്ലാസ് ആണ്. അത് രാവിലത്തെ ഒരു സമയത്തല്ലേ മദ്രസ ക്ലാസ് വരാറുള്ളൂ. മിസ് ക്ലാസ് 9 മണി വരെ. ഓക്കെ, അത് രാവിലത്തെ മോർണിംഗ് ടൈമില്. ആഫ്റ്റർനൂൺ ക്ലാസ് എടുത്താലും മോളെ കിട്ടാറില്ല. മെസ്സേജ് അയച്ചാലും മോള് കാണുന്നുണ്ട്, ഓൺലൈനിൽ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്, എന്നാലും പ്രതികരിക്കാറില്ല. Okay, call me after this class. Okay.
ഹലിമ? ഓക്കെ. ദെൻ എന്താ ഡെൽവിൻ? Okay, good. Then we can go to the next portion. Groundwater as in important source of water. Groundwater as in important source of water. Nowadays we are familiar with the bore wells. അല്ലേ? എവിടെ നോക്കിയാലും ഇപ്പൊ ബോർവെല്ലിന്റെ പണിയല്ലേ? അല്ലേ? അല്ലേ? ബോർവെൽ എന്ന് പറഞ്ഞാലേ നമ്മുടെ എന്താടാ വലിയ വണ്ടിയൊക്കെ വന്നിട്ട് കുഴിക്കുന്നില്ലേ? സെക്കൻഡ് ഡൗട്ട്. മോട്ടർ. സോറി. Listen here. Delvin. ഓക്കെ, കുഴൽക്കിണറിന്റെ പണി ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെ കുഴൽക്കിണർ നടക്കുന്നതെന്ന്? ഓക്കെ, ചോദിച്ചിട്ടുണ്ടോ അത് എത്ര ആഴത്തിലാ നമുക്ക് വെള്ളം കിട്ടിയെന്നൊക്കെ? ഓക്കെ. നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് അല്ലേ കുഴൽക്കിണറില്ലേ? എത്ര അടിക്കാ വെള്ളം കിട്ടിയത്? എത്ര ആഴമുണ്ട്? ആലോചിച്ച് നോക്കിയേ. എടാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളും അറിഞ്ഞിരിക്കണം. ഓക്കെ, വെള്ളം കിട്ടുമ്പോ കോരി കുടിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പിന്നെ ചാടി കളിക്കാൻ പോയാൽ മാത്രം 30 കോലയുള്ളോ? മിസ്സിന്റെ ഞങ്ങളുടെ അവിടെ മിസ് ഒരു 80 അടി അടിച്ചു മിസ്. 80. മിസ്സിന്റെ അവിടെയൊക്കെ 180 ആണ്. 180 വെള്ളം കിട്ടിയോ? ഓക്കെ, ഗുഡ്. ദാറ്റ് ഈസ് വാട്ടർ ടേബിൾ അല്ലേ? ഓക്കെ, ദെൻ 170. ഓക്കെ, ദെൻ ഓക്കെ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മളും അവെയർ ആയിരിക്കണം കേട്ടോ. ഓക്കെ, കിണർ അടിക്കുന്നിടത്തായാലും അതിനടുത്ത് പോയി നിന്നിട്ട് തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ അങ്ങനല്ല, നമ്മുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് വേണം. എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് കുഴിക്കുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കണം. യെസ്, ചുമ്മാ കണ്ടിരിക്കാൻ തോന്നും. കണ്ടു നിന്നാ മാത്രം പോരാ. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. ഇനി നെക്സ്റ്റ് അതിനെക്കുറിച്ച് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഒരു ഡീപ്പായ തറവായ മീൻസ് ക്ലിയർ ആയ ഒരു വിവരണം കൊടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ. അല്ലാതെ സയൻസ് എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ പേജിൽ നിന്ന് കുറച്ച് പഠിച്ചിട്ട് ബൈഹാർട്ട് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ ഓരോ അവസരങ്ങൾ നമുക്ക് വല്ലപ്പോഴും മാത്രമേ അവസരങ്ങൾ കിട്ടാറല്ലേ. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പ്രാവശ്യമൊക്കെ അല്ലേ കൊള്ളടിക്കുള്ളൂ. എല്ലാ ദിവസവും കൊള്ളടിച്ചോണ്ടിരിക്കുവോ? എല്ലാ വർഷവും കൊള്ളടിച്ചോണ്ടിരിക്കുവോ? ഇല്ലല്ലോ. ലൈഫിൽ നമുക്ക് 1-2 ഓപ്പർച്യൂണിറ്റീസ് അതിന് കിട്ടത്തുള്ളൂ. ആ കിട്ടുന്ന അവസരത്തിൽ മാക്സിമം നോളജ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എസ്പെഷ്യലി എല്ലാവരും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്നുള്ള അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് തന്നെ ലൈഫിനോടും അതിലൂടെ സയൻസിനോടും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം മിസ് എക്സാമ്പിളായിട്ട് ബോർവെല്ലിന്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതുപോലെയല്ല, ഏത് മിഷൻ പ്രവർത്തിക്കുമ്പോഴായാലും ഏത് പുതിയ കാര്യങ്ങളായാലും വീട്ടിൽ നടക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല ഒരു ഡീപ്പ് നോളജ് കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫൈ ആക്കുന്നത്. അല്ലാതെ ടിവിയുടെ മുമ്പിലോ മൊബൈലിന് മുമ്പിലോ അല്ലാതെ എപ്പോഴും കളി വേണ്ടാന്ന് മിസ് പറയില്ല, കളിക്കണം. പക്ഷെ എപ്പോഴും കളിയുടെ മുമ്പിലല്ല. ഇങ്ങനെയുള്ള അവസരങ്ങൾ പെൺപിള്ളേർക്കും ബാധകമാണ് കേട്ടോ ആതിര. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പെൺപിള്ളേർക്കും ബാധകമാണ്. ഓക്കെ, സോ നമ്മൾ കാണാറില്ല, അതിനെക്കുറിച്ച് അറിവും നേടിയിരിക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ? അറിവും നേടിയിരിക്കണം. അവരുടെ പുതിയ കാര്യങ്ങൾ, സന്ദർഭങ്ങൾ നമ്മുടെ സാഹചര്യത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് ഇനി അവരിൽ നിന്ന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പേരൻസിന്റെ പെർമിഷനോട് കൂടി യൂട്യൂബിൽ നോക്കി ഡീപ്പ് നോളജ് സമ്പാദിക്കണം അതിനെപ്പറ്റി. ഓക്കെ, അതാണ് സയൻസ് പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റും അത് തന്നെയാണ്. പിന്നീട് മിസ്സിന് നിങ്ങൾ അടുത്ത ക്ലാസ്സിലായാലും ഏത് ക്ലാസ്സിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ലെവലിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അറിവാണ് ഏറ്റവും വലിയ ആയുധം. അത് ടെക്സ്റ്റ് ബുക്കിൽ മാത്രമല്ല, നേച്ചറാണ് ഏറ്റവും വലിയ അറിവ് തരുന്നത് നമുക്ക്. ഏറ്റവും വലിയ പാഠപുസ്തകം എന്ന് പറയുന്നത് നേച്ചർ തന്നെയാണ്. ഓക്കെ, എസ്പെഷ്യലി സയൻസിന്റെ കാര്യത്തില്. ഓക്കെ, സോ നോക്കാം. If we dig a hole in the ground near a water body, we may find that the soil is moist. Okay, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? എടാ, നമ്മുടെ ടോയ്ലറ്റ് സ്കൂളിന്റെ തന്നെ നോക്കിയാൽ പോരെ, ആ തോട് ഒഴുകുന്നതിന് തടുത്ത് തന്നെയല്ലേ ചെറിയ കുളം കുഴിച്ചു വെച്ചിരിക്കുന്നത്. അതിന് വലിയ ആഴം ഉണ്ടോ? ഇല്ല, പെട്ടെന്ന് കിട്ടും. എന്തുകൊണ്ടാണ്? ലുക്ക് അറ്റ് ദ റീസൺ.
Listen. The moisture in the soil indicate the presence of water underground. The presence of, അല്ലെ, നിങ്ങളുടെ പണ്ട് കാലത്ത് കുഴല് ഓപ്പൺ വെല്ലായിരുന്നല്ലേ? ഓപ്പൺ വെല്ല് കുഴിച്ചു പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ മണ്ണിങ്ങനെ രൂപം മാറുമ്പോൾ ആൾക്കാർ അതിങ്ങനെ പിടിച്ച് ഞെക്കി നോക്കും. എന്നിട്ട് പറയും, ആ കണ്ടോ, ഞെക്കുമ്പോൾ നല്ലോണം നമ്മൾ ആതിരിക്കൊക്കെ നല്ല പരിചയമുണ്ടോ? പുട്ടുപൊടിയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ടല്ലേ? അതിനെ ചെയ്തിട്ടുണ്ടോ? പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ പുട്ടെങ്ങനെ അതിന്റെ, നിങ്ങൾക്കും കേൾക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വോയിസിനും ബാധകമാണ്. എങ്ങനെയാ പുട്ട് അത് ആക്കാൻ പറ്റുന്ന രീതിയിലായെന്ന് എങ്ങനെയാ മനസ്സിലാവുന്നേ? അതിന്റെ ഒരു മയം മനസ്സിലാവും അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മൾ പിന്നെ വെള്ളം കിട്ടാൻ വേണ്ടി കുഴിച്ചു പോകുമ്പോൾ ഈ മണ്ണിന്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച്, വെള്ളത്തിന്റെ അംശം കൂടുന്നതനുസരിച്ച് മണ്ണിന്റെ നേച്ചർ മാറും. നേച്ചർ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ടെന്ന്. ഓക്കെ കേട്ടോ ശ്രീവിഷ്ണു? Okay, so we should reach a level where all the space between particles of soil and the gaps between rocks filled with water. അല്ലേ? പിന്നീട് ഇത് എങ്ങനെയാ നമുക്ക് വെള്ളം കിട്ടുന്നത്? ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിലുണ്ടല്ലോ, ഈ ഞങ്ങളുടെയൊക്കെ പ്രദേശത്തുണ്ട് ഒരു ഇരട്ടക്കുളമ്പിന്റെ ഒരു ഗുഹയുണ്ട്. ഗുഹ എന്ന് പറഞ്ഞാൽ പണ്ട് അതിലെ കൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകിപ്പോയി, നമ്മൾ പറയല്ലേ, വെള്ളം പൊട്ടി ഒഴുകിപ്പോയ സ്ഥലമാണ് അത്. വലിയ ഗുഹയാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നതിനനുസരിച്ചിട്ട് ഈ പാറയിൽ നിന്നും, നമ്മുടെ അവിടെ ചെങ്കൽ പാറയാണ് കേട്ടോ, വെള്ളം ഇങ്ങനെ ഡ്രോപ്പായി ഉറ്റി വീണുകൊണ്ടേയിരിക്കും. എത്ര വലിയ സമ്മർ സീസണിലും നമ്മൾ അതിൻ്റെ അകത്ത് കയറി പോകുമ്പോൾ ഇത് ഈ പാറയുടെ ഉള്ളിൽ നിന്നും മുകളിലത്തെ വെള്ളം ഫിൽറ്റർ ചെയ്ത് താഴോട്ട് വന്ന് ഇങ്ങനെ ഉറ്റി വീണുകൊണ്ടേയിരിക്കും. സാധാരണ നമ്മൾ ജിയോഗ്രഫിക്കൽ ചാനലിലൊക്കെ ഇത് കാണാറല്ലേ? പക്ഷെ നമ്മുടെ അടുത്ത് പെരിങ്ങോനാട് തന്നെ ഇപ്പം പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ആൾക്കാർ അത് വേസ്റ്റ് ഒക്കെ ഇട്ട് വൃത്തിയാക്കിയോണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. മിസ് ആദ്യം ഒരു 10 വർഷം മുമ്പൊക്കെ മിസ് അതിനെ പോയി ഇറങ്ങി കണ്ടിട്ടുണ്ട്. നല്ല എക്സ്ട്രീം സമ്മർ ടൈമത്ത് പോലും ഈ പാറയിൽ നിന്നും മുകളിൽ നിന്നും വെള്ളം ഇങ്ങനെ ഉറ്റിറ്റ് ഡ്രോപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഈ വെള്ളം എവിടുന്നാ വരുന്നേ? മുകളിൽ നിന്ന് പെനിട്രേറ്റ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട് അല്ലേ? സോ അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ പോകുന്ന കാര്യവും. സോ നമുക്ക് ഡയറക്റ്റ് അനുഭവം ഉള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൽ അതിങ്ങനെ മറക്കാതിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ ഒരു കാര്യം, കണ്ട കാര്യം നമ്മൾ മറക്കൂല അല്ലേ? കേട്ട കാര്യം വേഗം മറന്നുപോകും അല്ലേ? കണ്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ കണ്ടുപഠിക്കണം, ചെയ്തു പഠിക്കണം, സയൻസ് ഒക്കെ ചെയ്യണം, ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. അത് ഒക്കെ പറയുന്നത് നമ്മൾ കണ്ട കാര്യം നമുക്ക് മറക്കില്ല, പക്ഷെ നമ്മൾ കേൾക്കുന്ന കാര്യം വേഗം മറവിയിലേക്ക് പോയി പോകും. So deeper, we would reach a level where all the spaces between particles of soil and gaps between rocks are filled with water. The upper level of this layer is called water table. Then what is meant by water table? What is the water table? The upper level of soil is called. Okay, so you can underline that sentence. The upper level of water is called water table. അതായത് ഭൂമിയുടെ മുകൾ ഭാഗത്തായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് പല ലെയറുകളിലുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് വാട്ടർ ലെവൽ. ഓക്കെ, place to place, it may even change at a given place. The water table may be at a depth less than a meter or may be several meters below the ground. The water found below the water table is called groundwater. What is the source of this groundwater? Then ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം, ഈ അടുത്ത് നമ്മളുടെ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, നമ്മളുടെ ഈയിടെ കേരളത്തിലുണ്ടായിരുന്നില്ലേ? അതിനുശേഷം പറയുന്നില്ലേ നമ്മളുടെ വെള്ളത്തിന്റെ ലെവല് താഴോട്ട് പോയി എന്ന് പറയുന്നത്. മിസ് കഴിഞ്ഞ ദിവസം ഈ ക്ലാസ്സിലാണോ പറഞ്ഞേ? ഇപ്പൊ നോർമലി നമ്മൾ 180 ഓക്കെ 4 മണിക്കൂറൊക്കെ നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടിരുന്ന കിണറുകളിൽ നിന്ന് ഇപ്പൊ 2 മിനിറ്റ് 2.5 മിനിറ്റ് പോലും കിട്ടാത്തൊരവസ്ഥ വന്നു. ദാറ്റ് മീൻസ് നമ്മളുടെ വാട്ടർ ലെവല് എന്ത് പറ്റി? വാട്ടർ ടേബിൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ that indicate the scarcity of water. ഫ്യൂച്ചറിൽ ഇത് കൂടുതൽ സംഭവിക്കുന്നതെങ്കിൽ that will badly affect our future. Okay, so the water found below the water table is called groundwater. First water table, അതായത് upper level. Then next one is the water found below the water table is called groundwater. So underline that also. അതാ എന്തിനാ അണ്ടർലൈൻ ചെയ്യുന്ന പറഞ്ഞു തന്നല്ലോ, നിങ്ങൾ വായിക്കുമ്പോൾ കൂടുതൽ എംഫസിസ് കൊടുത്ത് വായിക്കാൻ വേണ്ടിയാണ് ലെസണിലൂടെ കടന്നു പോകും. ഓക്കെ, then next, what is the source of this groundwater? എന്താണ് ഈ ഗ്രൗണ്ട് സോഴ്സ്? where did this get water? എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്?
The rainwater and water from sources such as rivers and ponds seeps through the soil and fills the empty space and cracks deep below the ground. കണ്ടോ, റെയിൻ വാട്ടറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ റിവേഴ്സിലെയും ഒക്കെ വെള്ളം സീപ്പ് ചെയ്തിട്ട് പോകും. അതായത് പെനിട്രേറ്റ് ചെയ്ത് തുളച്ച് പതുക്കെ പതുക്കെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ എസ്പെഷ്യലി പറയും, കാരണം ഈ പാറപ്പുറത്തൊക്കെ പാറമ പുറമേ നിന്ന് കാണുമ്പോൾ വളരെ റഫായി തോന്നും അല്ലേ, പക്ഷെ പാറയിലൊന്നും ഒരിക്കലും വെള്ളത്തിന് സ്കേഴ്സിറ്റി വരില്ല, വിഷമം വരില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. ഈ ഗ്യാപ്പിനിടയ്ക്ക് വെള്ളം കെട്ടി നിൽക്കും, തങ്ങി നിൽക്കും, പെനിട്രേറ്റ് ചെയ്ത് സീപ്പ് ചെയ്ത് താഴോട്ട് പോകാനുള്ള കഴിവ് കൂടുതൽ കിട്ടും. ആ സമയത്ത് വെറും മണ്ണൊക്കെയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്ത് സ്ലോപ്പിൽ താഴോട്ട് പോകും, കെട്ടിക്കിടക്കാനുള്ള ചാൻസ് കുറവാണ് അല്ലെ. നമ്മുടെ ഹില്ലി ഏരിയാസിൽ അങ്ങനല്ലേ, വെള്ളം കിട്ടുന്നത് കുറേ ഡീപ്പിലേക്ക് പോകണ്ടേ. ആ സമയത്ത് നമ്മൾ വാലിയിലേക്ക് വരുമ്പോഴത്തെ എന്ത് പറ്റും? അതിന്റെ ഡീപ്നെസ് കുറവ് മതി അല്ലേ. സോ വാട്ടർ ടേബിള് താഴെയായിരിക്കും നമ്മുടെ ഇൻ ദ കേസ് ഓഫ് ഹിൽസ്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് വാലീസ് വാട്ടർ ടേബിൾ ഈസ് എന്താണ്, നോട്ട് മച്ച് സോ ഡീപ്. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് seeping of water into ground is called infiltration. Then what is meant by infiltration? The process of seeping of water into ground. ഭൂമിയിലേക്ക് വെള്ളം മലയാളത്തിൽ പറഞ്ഞാൽ കിനിഞ്ഞിറങ്ങുന്ന അല്ലേ, ഡ്രോപ്പ് ആയിട്ട് കുറേശ്ശെ ആയിട്ട് ഇറങ്ങി പോകുന്ന പ്രോസസ്സാണ് ഇൻഫിൽട്രേഷൻ. ഓക്കെ, ദ ഗ്രൗണ്ട് വാട്ടർ ദസ് ഗെറ്റ് റീചാർജ്ഡ് ബൈ ദിസ് പ്രോസസ്. അപ്പോൾ റീചാർജ് ചെയ്യുന്ന എങ്ങനെയാണ്? ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ ദ ഗ്രൗണ്ട് വാട്ടർ ഗെറ്റ്സ് റീചാർജ്ഡ്. ഓക്കെ, അതിപ്പോ നമ്മൾ വെള്ളം ബോർവെല്ലൊക്കെ കുഴിച്ചാലും ഓപ്പൺ വെല്ലോ കുഴിച്ചാലും വെള്ളം എടുത്താലും ഈ റെയിൻ വാട്ടറും അതുപോലെ വാട്ടർ ഫ്രം റിവേഴ്സ് ആൻഡ് അതർ വാട്ടർ സോഴ്സസ് വിൽ സീപ്പ് ഓർ പെനിട്രേറ്റ് ത്രൂ ദ stone and soil, okay, to form that will help increase in the level of groundwater. At place, the groundwater is stored between layers of hard rocks below the water table. This is known as aquifer. ഇതാണോ അങ്ങനെ പറഞ്ഞാല്? നമ്മുടെയൊക്കെ വീട്ടിൽ അക്വേറിയം ഉണ്ടല്ലേ അല്ലേ, അക്വേറിയം ഉണ്ടല്ലേ. സോ ഇതുപോലെ അക്വേറിയം ബിലോങ്ങിങ് ടു വാട്ടർ, വാട്ടറുമായിട്ട് ബന്ധമുള്ളതാണ് ഇത് വരുന്നല്ലേ. അങ്ങനെ നമ്മുടെ പാറകളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, സ്റ്റോർ ചെയ്യപ്പെടുന്ന വെള്ളത്തിനെയാണ് നമ്മൾ പറയുന്നത്. വാട്ടർ ഇൻ ദ അക്വിഫേഴ്സ് ക്യാൻ ബി യൂസ്ലി പംപ്ഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്യൂബ് വെൽസ് ഓർ ഹാൻഡ് പമ്പ്. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പമ്പ് ചെയ്യുന്നത്. ചില സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കുഴൽക്കിണർ അടിച്ചാല്, ഏതോ ഒരു പത്രത്തിൽ വന്ന വാർത്തയാണല്ലേ, പത്രം വായിക്കാറുണ്ടോ? കുഴൽക്കിണർ അടിച്ചിട്ട്, ബോർവെൽ അടിച്ചിട്ട് വെള്ളം വന്നിട്ട് ഈ വെള്ളത്തിന്റെ ഫ്ലോ നിർത്താൻ പറ്റുന്നില്ല. ഇത് കണ്ടിന്യൂസ് വെള്ളം വന്നുകൊണ്ടിരിക്കുക. അവസാനം അത് ചെറിയൊരു സ്ട്രീമായി, ചെറിയൊരു തോട് പോലെ ആ പറമ്പിൽ നിന്ന് ഉത്ഭവിച്ച് താഴോട്ട് പോവുക ചെയ്യുന്നത്. അതുപോലെ ചുറ്റുള്ള പരിസര പ്രദേശത്തുള്ളവരെല്ലാവരും പൈപ്പിട്ട് വെള്ളം കൊണ്ടുവന്നു. ഈ വെള്ളം ഇങ്ങനെ എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിച്ചത് അറിയാമോ? ഇല്ല, നോർമലി എന്തോ അടിയിലെ കെട്ടിക്കിടന്ന വെള്ളം മുകളിലോട്ട് വന്നാലേ, കെട്ടിക്കിടന്നാലും അതിനൊരു ലിമിറ്റേഷൻ ഇല്ലേ മോനെ? എത്ര കെട്ടിക്കിടന്നത് പിന്നെ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻഫിൽട്രേഷൻ നടക്കണം അല്ലേ. ഒരു സ്ഥലത്തെ എത്ര ഹ്യൂജ് എമൗണ്ട് ആണെങ്കിൽ പോലും അതിൽ നിന്നും നമ്മൾ കണ്ടിന്യൂസ് എടുത്തുകൊണ്ട് വരുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഈ ഇൻഫിൽട്രേഷൻ നടന്നാൽ മാത്രമേ പിന്നീട് അത് സെയിം പ്രോസസ്സിലേക്ക് വരത്തുള്ളൂ, ആണല്ലോ. സോ ഇതെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എന്താ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒന്ന് തിരിച്ച് ജമ്പ് ചെയ്യണം, അവിടെ കെട്ടിക്കിടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറ്റുമോ? എനിക്ക് ക്ലിയർ അല്ല, ഒന്നുകൂടെ പറഞ്ഞേ. അവിടെ കെട്ടിക്കിടക്കാൻ പറ്റുന്നില്ല, ഇൻഫിൽട്രേഷൻ കഴിഞ്ഞ് വാട്ടർ അവിടെ താഴെ ചെല്ലുമ്പോ അവിടെ കെട്ടിക്കിടക്കാൻ പറ്റുന്നില്ല, പിന്നെ തിരിച്ചു കയറി പോവാ. അങ്ങനെയാണോ അത് സംഭവിക്കുക? ഇൻഫിൽട്രേഷൻ ഭൂമിയുടെ പരിധിക്ക് ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ, അത് എത്ര വേണേലും കെട്ടിക്കിടന്ന് താഴോട്ട് ഒഴുകി പോയിക്കൂടെ? അത് ഒരു വേ നിങ്ങൾ ചിന്തിച്ച ആ ചിന്ത ഒരു പോസിറ്റീവിലേക്കാണ് വരുന്നത്. ഓക്കെ, അത് അംഗീകരിച്ചാലും പിന്നെ വേറെ എന്തായിരിക്കും ഒരു മാർഗം ഉണ്ടാവുക? ഈ വെള്ളം കണ്ടിന്യൂസ് ഇത്രയും വരണമെങ്കിൽ എന്തായിരിക്കാം? ഡയറക്റ്റ് ഗ്രൗണ്ട് വാട്ടർ പറഞ്ഞോ
ഗുഡ്സ്, ദാറ്റ് ഇസ് ദ മെയിൻ പോയിന്റ്. സ്ട്രീം അല്ലേ, ഒരു സ്ട്രീമിലായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ പോയി അല്ലേ നമ്മുടെ നേഴ്സിനകത്തോട്ടുള്ള ഇഞ്ചക്ഷൻ സൂചി കുത്തിക്കേറ്റ് ബ്ലഡ് ഇങ്ങോട്ട് എടുക്കുന്നത് അല്ലേ. സോ ഇതുപോലെ ഇത് ഏതെങ്കിലും സ്ട്രീമിലോ ഏതെങ്കിലും ചെറിയ അണ്ടർഗ്രൗണ്ടിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ചെറിയ വെള്ളത്തിന്റെ ഒഴുക്കില്ല ഉള്ള സ്ഥലത്തായിരിക്കും ഒരു പക്ഷേ ഇത് പോയിട്ട് പെട്ടിട്ടുണ്ടാവുക അല്ലേ. സോ അപ്പൊ ആ സ്ട്രീമിന് ഇത് ഒരു സ്ഥലത്ത് പോണ്ടോ ലേക്കോ ഒക്കെ ആണെങ്കിലും അതിനൊരു പരിമിതി എന്ന് നമുക്ക് പറയാം. ഈ സ്ട്രീമിനും പരിമിതി ഇല്ല എന്നല്ല, എന്നാലും ഒഴുകിക്കൊണ്ട് ഭൂമിക്കടി കൂടെ ഒഴുകിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ചെറിയൊരു തോട്ടിലൊക്കെ ആണെങ്കിൽ ഈ വെള്ളം അല്ലേ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതിനെ അങ്ങോട്ടേക്കാണ് ഈ നമ്മൾ കുഴൽക്കിണർ കുഴിച്ച് എത്തിച്ചേർന്നത്. ലക്കാണല്ലേ വെള്ളം കിട്ടുന്നത്. നമുക്കറിയാമോ ഇത്രയും വലിയ വിസ്താരത്തിൽ ചെറിയ സൂചി കൊണ്ട് നമ്മുടെ ഫുൾ ശരീരത്തിൽ ചെറിയ സൂചി കുത്തിക്കേറ്റ് ബ്ലഡ് എടുക്കും അല്ലേ. ഇതുപോലെ നമ്മൾ ഭൂമിയുടെ ശരീരത്തേക്ക് ഒരു ചെറിയ സൂചി, ഭൂമി കമ്പയറിങ് ടു എർത്ത് അതിന്റെ സൂചി എന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഒരു ഹോൾ ഉണ്ടാക്കി നമ്മൾ വെള്ളം എടുത്ത് വേണം അല്ലേ. അതാ കൃത്യം എക്സാക്ട് പോയിന്റിൽ ചെല്ലണം അല്ലേ. മാറിപ്പോയാലോ, ചെറിയൊരു ഹോളല്ലേ ഉള്ളൂ, മാറിപ്പോയാൽ നമുക്ക് വെള്ളം കിട്ടാൻ പറ്റില്ല അല്ലേ. സോ ഇവരുടെ ലക്ക് കൊണ്ടായിരിക്കാം അതങ്ങനെ ചെറിയൊരു തോട്ടിലേക്കോ സ്ട്രീമിലേക്കാണ് കുഴൽക്കിണർ കുഴിച്ചെന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കണ്ടിട്ട് ഈ പുളിങ്ങോം അല്ല വാഴക്കുണ്ടം ഭാഗത്ത് മഴ സമയത്ത് കുഴൽക്കിണറിൽ നിന്ന്, അത് പിന്നെ നമ്മുടെ എന്താണ് ആറുണ്ടല്ലോ അതിലെ കൂടെ പോകുന്നേ, അതിന്റെ കുറച്ച് മുകളിലായിട്ടാണ് ഈ കുഴൽക്കിണറിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഫുള്ള്, അത് അവർ മോട്ടറൊന്നും വെച്ചിട്ടില്ല, ഇങ്ങനെ തള്ളി വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ നല്ല ഫോഴ്സിൽ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് തള്ളി വന്ന് ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നത്, കനാലിൽ കൂടെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നത് കാണുന്നുണ്ട്. അത് ആറിന്റെ സൈഡിലായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഓക്കെ, ഹാവ് യു എവർ ബീൻ to a site where construction work is going on? From where do the workers get water for the construction? Maybe you have seen boring being done at such site to reach the water table. Inquire from the people working there how deep they have to dig. അല്ലേ, കൺസ്ട്രക്ഷൻ വർക്ക്. നമ്മൾ ഈ കൊക്കക്കോള കമ്പനി നമ്മുടെ ഉണ്ടല്ലോ കിട്ടുന്ന കമ്പനികൾക്കൊക്കെ എതിരായിട്ടൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ സമരത്തിന് ഇറങ്ങുന്ന ആൾക്കാരെ, നമ്മുടെ ശീതളപാനീയങ്ങളുടെ കൂൾ ഡ്രിങ്ക്സിന്റെ കമ്പനീസ് ഒക്കെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കാൻ മെയിൻ കാര്യം എന്താ? they will use lot of water അല്ലേ. അവര് അണ്ടർഗ്രൗണ്ട് വഴി വാട്ടർ ടേബിളും കഴിഞ്ഞ് അണ്ടർഗ്രൗണ്ടിലോട്ടൊക്കെ പോയി അവിടുന്ന് വെള്ളം എടുക്കാൻ തുടങ്ങും അല്ലേ. കാരണം അവർക്ക് ഒരുപാട് 4000 ലിറ്റർ ഒരുപാട് ലിറ്റർ കണക്കിന് വെള്ളം അവരത് ഉപയോഗിക്കുന്നു. ആ വെള്ളം തന്നെ നമുക്ക് മധുരം ഇട്ടിട്ട് കുറച്ച് ഗ്യാസ് ഒക്കെ കയറ്റി തരുന്നത് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയും ചെയ്യും ആ വെള്ളം അല്ലേ. നമ്മള് പൈസ കൊടുത്ത് വാങ്ങും, അവര് ഭൂമിയിൽ നിന്ന് വെള്ളം കുഴിച്ചെടുക്കും, കുറച്ച് മധുരവും കുറച്ച് കാര്യങ്ങൾ കളറൊക്കെ ചേർത്ത് അല്ലേ. കളർ ചേർക്കാൻ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്താ? ദാറ്റ് വിൽ ബാഡ്ലി എഫക്ട് അവർ ലിവർ അല്ലേ. പാവം നമ്മുടെ ലിവർ ഒരു ദിവസം അത് നമുക്ക് വേണ്ടിയിട്ട് 500-ലേറെ ജോലി ചെയ്യുന്നുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട പണിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കളറിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. ദാറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ദ വർക്കിംഗ് ഓഫ് അവർ ലിവർ. ഓക്കെ, അതുകൊണ്ട് ഈ കൊക്കക്കോള എന്ന് ഞാൻ പറയുന്നില്ല, ആ കമ്പനിക്കാരെ എനിക്കെതിരെ പരാതി വരും അല്ലേ. ഓക്കെ, ഈ കളർ ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കുന്നതിന് മുമ്പ് പാവം കരളിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് ഇതൊക്കെ ഇട്ട് കളറൊക്കെ കയറ്റിയാൽ നമ്മൾ എന്തും ചെയ്യും അതിനു വേണ്ടി അല്ലേ. കുറച്ച് ഗ്യാസ് ഒക്കെ അടിച്ച് കയറ്റി അല്ലേ. ഷാനീഫ് പ്ലീസ് കൊക്കക്കോള മിസ് പറഞ്ഞൊന്നും അല്ല ആക്കുന്നേ. പിന്നെ എങ്ങനെയാ മോനെ? മിസ് കൊക്കക്കോളേന്റെ സീക്രട്ട് ഫ്ലേവർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് സൂക്ഷിച്ചേക്കുന്നത് കൊക്കക്കോളേന്റെ സീക്രട്ട് ഫ്ലേവറാണ്. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താ മോനെ? ആ സീക്രട്ട് സാധനം അവിടെ വെക്ക്. ബാക്കി മെയിൻ ഇൻഗ്രീഡിയന്റ് മിസ്സേ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ മിസ് അത്രയും പറഞ്ഞ പ്രൊസീജിയർ അല്ല, കുറേയും കൂടി പ്രൊസീജിയർ ഓഫ് കോഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെ കമ്പനി പോയിട്ടുണ്ട്. കൊക്കക്കോളയുടെ അല്ല, നമ്മുടെ റെയിൽവേയിൽ കൂടെ വെള്ളം തരുന്ന റെയിൽ നീറിന്റെ അതിന്റെ കമ്പനിയുടെ പേരാണ്. ഞാൻ ആ കമ്പനി പോയിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നത് അവരെ കണ്ടിട്ടുണ്ട്. അതിന്റെ പേരെന്തായിരുന്നു? നമ്മുടെ റെയിൽവേയില് വാട്ടർ സപ്ലൈ ചെയ്യുന്നതിന്റെ വാട്ടർ പ്ലാന്റിൽ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ അതിന്റെ ആ ബോട്ടിൽ ഉണ്ടാക്കുന്നതും അതിന്റെ പ്രൊസീജിയറൊക്കെ ഞാൻ കണ്ടു. പിന്നെ അത് ഓരോ കമ്പനിക്ക് സീക്രട്ട് ഉണ്ട്. അതായത് നമ്മുടെ എല്ലാ മസാലകൾ ഉണ്ടാക്കുന്നതിനും നമുക്ക് സീക്രട്ട് ഉണ്ട്. അത് കമ്പനി വെളിപ്പെടുത്തില്ല. എല്ലാം ഒരുപോലെ ആയതാൽ നമ്മള് എന്താ പറയാ, നമുക്ക് ഇഷ്ടം വരുമോ? അതിന് ചേഞ്ച് വരണം അല്ലേ. അവിടെയാണ് കമ്പനിയുടെ സക്സസ്.
ഓക്കെ, ആ സീക്രട്ടിൽ അത് നമ്മൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. പക്ഷെ ഞാൻ മിസ് പറഞ്ഞത് ബേസിക്കലി വാട്ടറും കുറച്ച് കളറും പിന്നെ ടേസ്റ്റിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യവും അല്ലേ, അതേ ഉണ്ടാവുകയുള്ളൂ. അത് അത് എന്ത് സംഭവം തന്നെ ആയാലും നമ്മൾ നോർമൽ വാട്ടർ കുടിക്കുന്നതാണ് നമ്മുടെ ബോഡിക്ക് നല്ലത്. ഓക്കെ, ഏത് എത്ര വലിയ സീക്രട്ട് ആയാലും നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ നാവിന് രുചിയുള്ള സാധനങ്ങൾ ശരീരത്തിന് നല്ലതായിരിക്കില്ല, ആണോ? ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഡയറക്റ്റ് കഴിക്കുന്ന ബോഡിക്ക് നല്ലത് അല്ലേ. നമ്മൾ കുറെ ഉപ്പും മഞ്ഞളും എണ്ണയും തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ട് അതിനെ അങ്ങോട്ട് കൊന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അതിനങ്ങ് വേവിക്കുമ്പോഴത്തേക്ക് അതിന്റെ എല്ലാ ന്യൂട്രീഷൻസ് ഒക്കെ അങ്ങ് പോവും, വിറ്റാമിൻസും അല്ലെ, വിറ്റാമിൻ എ ഡി ഇ കെ എന്നീ സാധനങ്ങളൊക്കെ വെള്ളത്തിൽ അലിഞ്ഞു പോകും. ചൂടാക്കുമ്പോൾ സി അങ്ങ് പോകും. പിന്നെ എന്നാ നമ്മളീ കഴിക്കുന്നത് അല്ലേ, അതിന്റെ വേസ്റ്റ്. അതുപോലെ ചോറ് വെച്ചിട്ട് അതിന്റെ എന്താ സൂപ്പ് നമ്മൾ അങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് കളയും, വെറും അതിന്റെ വേസ്റ്റ് എടുത്ത് കഴിക്കും അല്ലേ. നമുക്ക് ഭയങ്കര ബുദ്ധിയല്ലേ അല്ലേ. ഇപ്പൊ നമ്മുടെ പാടത്തിൽ നിന്ന് അങ്ങ് പോന്നു കുറെ, പിന്നെ പോർഷൻ തീരാനായി, അത് ചാപ്റ്ററേ ഉള്ളൂ, അതുകൊണ്ടാണ് മിസ്സിങ്ങിന് ഫ്രീ ആയത് കേട്ടോ. സോ പിന്നെ ഓക്കെ, എന്നാൽ അടുത്ത ഡിഫ്ലേഷൻ ഓഫ് ദ വാട്ടർ ടേബിൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സോ then read that portion. Heaven, please turn on the video. Afras, എവിടെ പോയി? ഹെവൻ എവിടെ പോയി? വേഗം, only 5 minutes left for us. Afras, Halima, please read that portion. Underground water as in important source of water. ഹലിമയ്ക്ക് യൂണിഫോം ഇല്ല അല്ലേ? ചിരിക്കണ്ട, ഞാൻ കണ്ടുപിടിച്ചാൽ ഞാൻ പറയാൻ മറന്നു പോയതാ, നീ ചിരിക്കണ്ട. അടുത്ത ക്ലാസ്സിൽ യൂണിഫോം ഇട്ടിരിക്കണം കേട്ടോ. ക്ലാസ്സില്ല ഇല്ലേ? Forms of water അല്ലേ? Yes, ground water as in the important source of water. Okay, continue. Start. If we dig a hole in the ground near a water body, we may find that the soil is moist. The moisture is the solid indicates the presence of water underground. If we dig deeper and deeper, we would reach a level where all the space between particles of soil and gaps between rocks are filled with water. Figure. The upper level of this layer is called the water table. The water table varies from place to place, and it may even change at the given place. The water table may be at a deep depth, the less than a meter or may be several meters below the ground. The water found below the water table is called groundwater. What is the source of this groundwater? The rainwater and water from other sources such as rivers and ponds seeps through the soil and fills the empty spaces and cracks deep below the ground. The process of the seeping of water into the ground is called
infiltration. The groundwater thus gets recharged by this process. At the place, the groundwater is stored between layers of hard rocks below the water table. This is known as an Aquifer. 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 Water in the aquifer can be usually pumped out with the help of tube wells or hand pumps. Okay, that is enough. We need only one limit left for us. So read it carefully and complete all the works. Okay. Note എല്ലാം Monday offline class നമ്മൾ നോട്ടൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ്. So